സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്തയിടെ മഹാരാഷ്ട്രയിൽ ചെയ്ത ഒരു പ്രസംഗം, അതിൻ്റെ ഭാഗം, അല്പം ദീർഘമുള്ളൊരു ഭാഗം നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിനനുബന്ധമായ ചില ചിന്തകൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പങ്കിടുന്നത് ഉചിതമാണ് എന്ന ധാരണയിലാണ് ഞാൻ ഈ വീഡിയോ ഉള്ളിൽ ആവിഷ്കരിച്ചിരിക്കുക. ഏതായാലും നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ശ്രദ്ധിക്കാം. ഞാൻ എന്തുകൊണ്ട് ഈ പ്രസംഗം അല്പം ദൈർഘ്യത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ഹിന്ദിയിലാണ്. എന്നാൽ കേരളത്തിലിപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഹിന്ദി മനസ്സിലാകുമെന്നത് ഒരാശ്വാസത്തിന് കാരണമാണ്. ഈ രാജ്യത്ത് വളരെ പ്രത്യക്ഷമായ നമ്മെ ഏവരെയും അലട്ടേണ്ട, ചിന്തിപ്പിക്കേണ്ട ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ട്. മാധ്യമ അസമത്വം. ശ്രീ നരേന്ദ്രമോദി എവിടെ ഒരു വാക്ക് ഉച്ചരിച്ചാലും ഈ രാജ്യത്തിൻ്റെ ഓരോ കണികയിലും എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. നാഷണൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ അസ്ഥാനത്താണ്. അതിനെപ്പറ്റി വിവരമുള്ളവർ പറയുന്നത് ഗോദി മീഡിയ എന്നാണ്. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളോ ആശയങ്ങളോ വേണ്ടതുപോലെ എങ്ങും എത്താനുള്ള യാതൊരു സജ്ജീകരണവുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് വല്ലതും കേൾക്കാനിടയായി. എനിക്ക് രാഹുൽ ഗാന്ധിയോട് പ്രത്യേകമായ വാത്സല്യമോ ബഹുമാനമോ ഒന്നും ഉണ്ടായിട്ടില്ല. സമത്വം എന്ന് പറയുന്ന ആശയത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കാനായി വളരെയധികം തത്രപ്പെട്ടിട്ടുള്ള ഒരു മൂല്യമാണ്. എവിടെയൊക്കെ അസമത്വം മനുഷ്യൻ്റെ അഭിമാനമായി കരുതപ്പെടുന്നു, അവിടെയൊക്കെ അടിമത്വവും അധപ്പതനവും വളരെ അധികമുണ്ടായിട്ടുണ്ട്. അസമത്വത്തെ ആശ്ലേഷിക്കുന്നത് അപകടം വരുത്തി വയ്ക്കുന്ന, വിളിച്ച് തലയിൽ കൊണ്ടുവെക്കുന്നൊരു പരിപാടിയാണ് എന്നത് ചരിത്രബോധം നന്നേ വെളിപ്പെടുത്തിയിട്ടുള്ളതാകയാൽ ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും ചുമതല ബോധത്തോടെ നിലപാടുകൾ എടുക്കുകയും എവിടെയൊക്കെ അസമത്വമുണ്ടോ ആ അസമത്വത്തെ പരിഹരിക്കത്തക്കവണ്ണം വ്യക്തിപരമായി നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യണം എന്ന ഒരു ദൃഢമായ വിശ്വാസവും നിലപാടും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ മാധ്യമ അസമത്വത്തിന് ഒരു ചെറിയ മറുമരുന്ന് എന്ന നിലയിൽ ഞാൻ മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിൽ, അടുത്തിടെ ചെയ്ത പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ക്ഷമയോടെ ഇത് കേൾക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുശേഷം പറയാനുള്ള ചില കാര്യങ്ങൾ ഹ്രസ്വമായി നിങ്ങളോട് പങ്കിടുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാം. सीनियर नेता, गठबंधन के हमारे नेता, गठबंधन के प्यारे कार्यकर्ता, भाइयों और बहनों, प्रेस के हमारे मित्रों, युवाओं, आप सबका यहां बहुत बहुत स्वागत। गर्मी में आप आए, दूर दूर से आए, आपको कष्ट हुआ, इसके लिए दिल से आपको धन्यवाद करता हूं। ये जो चुनाव है, ये संविधान और लोकतंत्र को बचाने का चुनाव है। पहली बार किसी भी राजनीतिक पार्टी ने हिंदुस्तान के इतिहास में पहली बार संविधान पर आक्रमण किया है और संविधान को खत्म करने की कोशिश कर रहे हैं। तो एक तरफ इंडिया गठबंधन जो संविधान की रक्षा कर रहा है और लोकतंत्र की रक्षा कर रहा है, और दूसरी तरफ नरेंद्र मोदी, आरएसएस
और बीजेपी जो संविधान को, लोकतंत्र को खत्म करने की कोशिश कर रहे हैं। तो ये इनका लक्ष्य है। इनके ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. പിന്നെയോ ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ നമുക്കുള്ള ഉത്തരവാദിത്വത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് എന്ന് ഏവരും മനസ്സിലാക്കണമെന്ന ആശയമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. मेंबर ऑफ पार्लियामेंट ने कहा कि अगर हम चुनाव जीतेंगे तो हम संविधान को बदल देंगे। मैं महाराष्ट्र को, बाकी देश को मैसेज देना चाहता हूं कि हमारे संविधान को कोई भी, दुनिया में कोई भी शक्ति नहीं बदल सकती है। पता नहीं इन लोगों ने अपने आप को क्या समझ रखा है। संविधान हिंदुस्तान की आवाज है, गरीबों की आवाज है, पिछड़ों की, दलितों की, आदिवासियों की आवाज है। इसको कोई नहीं बदल सकता, कोई शक्ति इसको बदल नहीं सकती। हम देखेंगे ये संविधान कैसे बदला जाता है। भाइयों और बहनों, पिछले 10 साल नरेंद्र मोदी जी ने 22-25 लोगों के लिए सब कुछ किया है। हालात यह है कि आज हिंदुस्तान में 22 ऐसे लोग हैं जिनके पास उतना ही धन है जितना हिंदुस्तान के 70 करोड़ लोगों के हाथों में है। एक तरफ 22 लोग, एक तरफ 70 करोड़ लोग। जितना धन इनके पास, उतना ही धन उनके पास। ये नरेंद्र मोदी जी की देन है। नोटबंदी 22 लोगों के लिए की, किसान बिल 22 लोगों के लिए किए, जीएसटी 22 लोगों के लिए किया, 16 लाख करोड़ रुपए नरेंद्र मोदी ने 25-30 लोगों का कर्जा माफ किया है। मैं आज आपसे पूछना चाहता हूं, हिंदुस्तान के किसानों का, मजदूरों का, पिछड़ों का, दलितों का, स्टूडेंट्स का नरेंद्र मोदी जी ने कितना कर्जा माफ किया? हिंदुस्तान की गरीब महिलाओं के ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീ നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബാസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തെ പരാമർശിക്കാതെ അതിൻ്റെ മറുപടി അദ്ദേഹം ജനങ്ങളുമായി പങ്കിടുന്ന വിധമാണ്. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ മാനിഫെസ്റ്റോയിൽ ഈ രാജ്യത്തിൻ്റെ വികസനം, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ, സാധാരണ ആളുകൾക്ക് സാമൂഹ്യ സാമ്പത്തിക നീതി ലഭിക്കുന്ന ലക്ഷ്യവുമായി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ചപ്പോൾ അതിനെ തികച്ചും വക്രീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുതലെല്ലാം ഹിന്ദുക്കളിൽ നിന്ന് പിടിച്ചു പറിച്ച് സ്ത്രീകളുടെയും അമ്മ പെങ്ങന്മാരുടെയും പുത്രിമാരുടെയും വിവാഹ മംഗൽ സൂത്രം വരെ പിടിച്ചു പറിച്ച് എല്ലാ മുസ്ലിങ്ങൾക്ക് ഇട്ടുകൊടുക്കും. മുസ്ലിങ്ങൾ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജനസംഖ്യാ ഫാക്ടറികൾക്ക് കൊടുക്കും എന്ന ഒരു ആരോപണമാണ്. അത് ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ അസുരക്ഷിതാവസ്ഥ ജനിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമമായിരിക്കെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നതിനെപ്പറ്റി രാഹുൽ ഗാന്ധിയുടെ വിശദീകരണമാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. बैंक अकाउंट में 1 लाख रुपए हर साल, 8,500 रुपए हर महीने, टकाटक 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 टकाटक। दूसरी बात, यहां बहुत सारी आशा और आंगनवाड़ी की महिलाएं हैं, उनको सीधा मैसेज देना चाहता हूं, आपकी आमदनी हम दुगनी करने जा रहे हैं और हिंदुस्तान की सरकार में और पब्लिक सेक्टर में
महिलाओं को 50% रिजर्वेशन देने जा रहे हैं। ये थी पहली लाखपतियों की लिस्ट। अब मैं आपको दूसरी लाखपतियों की लिस्ट देने जा रहा हूं। पहली लिस्ट में हिंदुस्तान के सबसे गरीब परिवारों को हम 1 लाख रुपए देने जा रहे हैं। अब आप कहोगे करोड़ों लाखपति तो आपने यहां बना दिए, अब कहां बनाओगे? अब मैं वो आपको बताना चाह रहा हूं। नरेंद्र मोदी जी ने हिंदुस्तान के युवाओं को बहुत तंग किया। पहले उन्होंने कहा 2 करोड़ युवाओं को रोजगार दूंगा, उसके बाद नोटबंदी कर दी, गलत जीएसटी लागू कर दी और बेरोजगारी पूरी देश में फैला दी। आज 45 साल से सबसे ज्यादा बेरोजगारी हिंदुस्तान में है। युवा, करोड़ों युवा सड़कों पे, कस्बों पे आगे पीछे दौड़ते हैं रोजगार ढूंढते हुए, और अमीर घर के बेटे क्या करते हैं? अप्रेंटिसशिप करते हैं। अप्रेंटिसशिप मतलब लोग मेरे पास आते हैं और कहते हैं मार्केट में। ഞാൻ ഇത് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇത്രയും ഈ പ്രസംഗത്തിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം 2 കാരണമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയിൽ വന്ന വലിയ മാറ്റം, നാടകീയമായ മാറ്റം, അവിശ്വസനീയമായ മാറ്റം. ഒരു 10 വർഷം മുൻപൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ജീവനില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ജീവൻ മാത്രമല്ല, മൂർച്ച കൂടെയുണ്ട് എന്ന് വ്യക്തമായി തുടങ്ങി. രണ്ടാമതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സേവനവും നന്മയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെപ്പറ്റിയുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ്, an ആക്ഷൻ പ്രോഗ്രാം. ഏതെങ്കിലും വിധത്തിലുള്ള വർഗീയമായ പരാമർശമോ ഒരു കൂട്ടരെ ഒരു കൂട്ടരോട് അടുപ്പിച്ച് അവരുടെ സ്നേഹമോ അല്ലെങ്കിൽ നന്ദിയോ അല്ലെങ്കിൽ ആശ്രയ മനോഭാവമോ പിടിച്ചു പറ്റാനുള്ള യാതൊരു ശ്രമവും അദ്ദേഹം നടത്തുന്നില്ല എന്നത് വ്യക്തമാണ്. വെറുപ്പിൻ്റെ ഈ വെറുപ്പിനാൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു തന്ത്രം പ്രയോഗിക്കുവാൻ യാതൊരു വഴിയുമില്ല, സാധ്യതയുമില്ല. നമുക്കറിയാം, അതുകൊണ്ട് പ്രത്യേകമായി എടുത്ത് പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് വിശദീകരിക്കുന്നുമില്ല. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തോട് അവിടെ കൂടിയിരുന്ന ആളുകൾ എത്ര ആവേശത്തോടു കൂടെയാണ് പ്രതികരിച്ചു കൊണ്ടേയിരുന്നത്. ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും വളരെ പക്വതയുള്ള, ജനഹൃദയത്തെ സ്പർശിക്കുവാൻ വാക്ചാതുര്യമുള്ള, ആശയവിനിമയത്തിന് കഴിവുള്ള, ഭാരത വികസനത്തിന് തക്കതായ ഒരു ദർശനമുള്ള ഒരു നേതാവായി ക്രമേണ രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ വളരെ സ്പഷ്ടമാണ്, ദൃശ്യമാണ്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ഈ അടുത്ത കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ ദൗർഭാഗ്യകരമായ പരാമർശങ്ങൾ നടത്തുവാൻ അദ്ദേഹം നിർബന്ധിതനായിത്തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലും താൻ മൂന്നാമതും ഭരണത്തിൽ വന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, വിമൻ, ചിൽഡ്രൻ, OBCs
അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ താല്പര്യമുണ്ട്, അതിന് തക്കതായ പദ്ധതി തനിക്കുണ്ട്, ആ പദ്ധതികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം ഹിന്ദുക്കളിൽ അസുരക്ഷിതാവസ്ഥ ജനിപ്പിക്കുകയും അതിനെ വലിയൊരു കാട്ടുതീയായി ആളിക്കത്തിക്കുകയും അങ്ങനെ ജനം ആ അസുരക്ഷിതാവസ്ഥയുടെ ചുഴിയിൽപ്പെട്ട് അവിടെ അനുഭവങ്ങളെ പരിഗണിക്കാതെ അവരുടെ രക്ഷകനായി തന്നെ കണ്ട് തനിക്കായി വോട്ട് ചെയ്യണം എന്ന ഒരേ ഒരു കണക്കുകൂട്ടലിൽ മാത്രമാണ് ജനങ്ങളെ അദ്ദേഹം സംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതും കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ വളരെ കൗതുകത്തോടെ പ്രത്യേകിച്ച് 2013 തൊട്ട് ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാലും പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഹിന്ദിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും പ്രസംഗ പാഠവും താൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അറിവുകളെ പറ്റിയുള്ള നിശ്ചയവും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. സാധാരണ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ വികാരങ്ങളെ സ്പർശിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ മോദിക്ക് അസാധാരണമായ കഴിവുണ്ട്. ഞാൻ ആ കഴിവിനെ ബഹുമാനിക്കുന്നു. അത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്ന് മാത്രവുമല്ല, അദ്ദേഹം കഴിഞ്ഞ 10 വർഷങ്ങളിൽ അപ്രകാരം ഭാരതത്തിൻ്റെ ഏത് മൂലയിൽ പോയി ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കേട്ട് ജനലക്ഷങ്ങൾ കോരിത്തരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ അടുത്തയിടെ വരെ നാം ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതെടുത്ത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പണ്ടൊക്കെ മാധ്യമങ്ങൾ മോദിയുടെ പ്രസംഗങ്ങൾ കവർ ചെയ്യുമ്പോൾ കുറച്ചു നേരം മോദിയുടെ മുഖം കാണിക്കും, പിന്നെ ക്യാമറ ജനങ്ങളിലേക്ക് തിരിച്ച് അവരുടെ ആവേശം, അലതല്ലെന്ന ആവേശം കാണിക്കും, വീണ്ടും മോദിയിലേക്ക് തിരിച്ചു വരും. അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ജനങ്ങളുടെ പ്രതികരണം അത്ര അതിൻ്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, ജനത്തിൻ്റെ ആവേശങ്ങൾ അടങ്ങി തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. അതാണ് എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് പങ്കിടാനുള്ളത്. കാരണം മോദിയുടെ ഈ വലിയ പ്രസംഗ പാഠവും വാക്ചാതുര്യവും വാക്കുകളുടെയും ആശയങ്ങളുടെയും മൂർച്ചയുമെല്ലാം നിഷേധാത്മകതയുടെ ആ വലിയ അണപൊട്ടലായിരുന്നു. എന്നാൽ സർഗാത്മകതയുള്ള ക്രിയാത്മകമായ ആശയങ്ങൾ അവതരിപ്പിക്കുവാനോ ഈ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി വാസ്തവികതയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ ഒരു പ്രതീക്ഷ ഉണർത്തുവാനോ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഒന്നുകിൽ പുൽവാമ, അല്ലെങ്കിൽ പാകിസ്ഥാൻ, അല്ലെങ്കിൽ മുസ്ലിം സമുദായം, അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വലിയ അഴിമതി, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അപരാധം, പിന്നെ ഇപ്പോൾ വന്നിട്ട് പാവപ്പെട്ട മൻമോഹൻ സിംഗ് ഈ രാജ്യത്തോട് ചെയ്യാനിരുന്ന വലിയ പാതകം, അതായത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും മുസ്ലിങ്ങൾക്കായിട്ട് മാറ്റിവെക്കണമെന്നും അദ്ദേഹത്തിന് അതിന് അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് ചെയ്തു കളയുമായിരുന്നു എന്നുമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാദ്യം കേൾക്കുമ്പോൾ രസം തോന്നും, രണ്ടാമത് കേൾക്കുമ്പോഴും രസം തോന്നും. പക്ഷേ മൂന്നാമത് കേൾക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ആ ഒരു രസം പതുക്കെ അലോസരമായി തീരും. ഇതിന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഷെൽഫ് ലൈഫ് ഓഫ് നെഗറ്റീവ് പ്രോപ്പഗൻഡ ഈസ് വെരി ഷോർട്ട്. നിഷേധാത്മകമായ പ്രോപ്പഗൻഡയുടെ നാളുകൾ വളരെ ഹ്രസ്വമായിരിക്കും.
ആദ്യം കേൾക്കുമ്പോൾ അതെല്ലാവരെയും ഹരം പിടിപ്പിക്കുമെങ്കിലും പിന്നെ കേട്ടു തുടങ്ങുമ്പോൾ ഇതൊരു ശല്യമാണല്ലോ എന്ന് തോന്നുന്നു. ഇറ്റ് ബിക്കംസ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ വളരെ ബുദ്ധിമാനായ ശ്രീ നരേന്ദ്രമോദി തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും മറ്റൊരു പണിയും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇത് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. വാസ്തവത്തിൽ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിൻ്റെ സ്ട്രെയിൻ അദ്ദേഹത്തിന് നന്നേ അനുഭവപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് ഒരു 5 വർഷം മുൻപ് വരെ ഉരുൾപൊട്ടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഊർജം പ്രവഹിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കെട്ടടങ്ങിയ ലാവ പോലെ അനുഭവപ്പെടുകയാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നല്ല ഒരു ശകുനമല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാണ് ഭരണത്തിൻ്റെ കസേര കൈയടക്കി വെക്കാൻ ഒക്കുന്നത് എന്നതിനെപ്പറ്റി അവർ കൂലങ്കഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഭാരതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. കേന്ദ്രത്തിൽ മറ്റൊരു മന്ത്രിസഭ വരുമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്. ഇതുവരെ അവലംബിച്ച തന്ത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രയോഗിച്ച ജനങ്ങളെ വിദ്വേഷത്തിൻ്റെ ആലയത്തിൽ കെട്ടിയിട്ട് രാഷ്ട്രീയമായി കറന്ന് ലാഭമുണ്ടാക്കാം എന്ന ഈ ഒരു ധാരണയോ അത് അധിക നാൾ ഇനിയും വെച്ച് പുലർത്തുവാൻ സാധ്യമല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ജനം അവർ അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരാധീനതകളെപ്പറ്റി ബോധ്യമുള്ളവരാകുകയും എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കണം, ഞങ്ങളെ ഇങ്ങനെ ആക്കി വെച്ചത് ആരാണ്, ഞങ്ങൾ ചുമക്കേണ്ട ഈ ജീവിതഭാരത്തിൻ്റെ സൃഷ്ടി കർത്താവ് ആരാണ് എന്ന് അവർ ചോദിക്കുന്ന നാൾ വന്നിരിക്കുന്നു. ദൂരെ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ, അതായത് ഡോളറിൽ ബില്യനേഴ്സ്, രൂപയിലല്ല ഡോളറിൽ ബില്യനേഴ്സ് ഇന്ത്യയിലാണ്. ചൈനയെക്കാളൊക്കെ കൂടുതൽ ഇന്ത്യയിലാണ് ബില്യനേഴ്സ് കൂടുതൽ വർദ്ധിച്ചു വന്നത് എന്ന അഭിമാനം അത് കൂടുതൽ കൗണ്ടർ പ്രൊഡക്റ്റീവാകും. കാരണം പാവപ്പെട്ട ആളുകൾ വഹിക്കേണ്ട ജീവിതഭാരം കൂടിക്കൂടി വരുമ്പോൾ, അവരുടെ അടുപ്പിൽ തീ അണഞ്ഞു പോകുമ്പോൾ, അവരുടെ മക്കളുടെ വയറ് ഒട്ടിത്തുടങ്ങുമ്പോൾ, അവർക്ക് രോഗം വരുമ്പോൾ മരുന്നിന് കാശില്ലാതാകുമ്പോൾ, അവർക്ക് ഗ്യാസ് വാങ്ങിക്കാൻ കഴിയാതെ വരുമ്പോൾ, അവർ പരിധി നോക്കുമ്പോൾ കാണുന്നത് കോടീശ്വരന്മാരെ മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ചില ആളുകളുടെ കയ്യിൽ കോടികളും ശതകോടികളും ഞങ്ങളുടെ കയ്യിൽ ശൂന്യതയും എന്നവർ ചോദിക്കും. കോടിക്കണക്കിന് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ശ്രീ നരേന്ദ്രമോദി പറയുന്നത് 80 കോടി പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശം. 80 കോടി എന്ന് പറഞ്ഞാൽ 140 കോടിയിൽ 80 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര പെർസെൻ്റാണെന്നറിയാം. 50-ൽ കൂടുതലാണെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. 50% കൂടുതൽ ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങളാണ്. എന്നിട്ടും ഈ രാജ്യം അതിശീഘ്രമായി പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ രാജ്യത്തെ ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തി കഴിഞ്ഞുവെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത് തന്നെ ഉയർത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ അവസ്ഥ പൂർവാധികമായി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് എന്ന് ആളുകൾ ചോദിച്ചു കൊടുക്കും. ആ സമയത്ത് മുസ്ലിങ്ങൾ നിങ്ങളുടെ മംഗല്യസൂത്രം പൊട്ടിച്ചുകൊണ്ട് പോകുന്നേ, അല്ലെങ്കിൽ അവർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നേ, ഓടിവായോ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചപ്പാത്തി ഉണ്ടാകത്ത് ചപ്പാത്തി ഉണ്ടാകണം, ടൊമാറ്റോ ഉണ്ടാകത്ത് പരിപ്പ് വേണ്ടിടത്ത് പരിപ്പുണ്ടാകണം, ഉപ്പ് വേണ്ടിടത്ത് ഉപ്പ് വേണം. അവിടെ മുസ്ലിങ്ങൾ മാല പൊട്ടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമി യെരുശലേമാണേ, അവരെ തല്ലി ഓടിക്കണമേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരണമേ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല.
അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ നമ്പർ 1. ഈയിടെ ഒരു മഹാൻ പ്രസംഗിക്കുന്നത് കേട്ടു, സംഘപരിവാറിൻ്റെ നമ്പർ 1 ശത്രു മുസ്ലിംസ് അല്ല ക്രിസ്ത്യാനികളാണ് എന്ന് അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിക്കുകയാണ്. ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ രാഷ്ട്രീയമായ യാതൊരു വീര്യവുമില്ലാതെ, ആരോടും പ്രത്യേകിച്ച് യാതൊരു ശത്രുതയുമില്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നത് മാത്രമായിരുന്നു ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തത്. അതിത്ര വലിയ പാതകമായി അവതരിപ്പിക്കുകയും ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് നേട്ടമാണ് കൈവരിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നേട്ടം കൈവരിക്കുന്ന നിങ്ങൾ ചെയ്യട്ടെ. അതേ പ്രചരണം നടത്തുന്ന ആളുകൾ കേരളത്തിൽ വന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സംരക്ഷണം മുഴുവനും സംഘപരിവാർ ഏറ്റെടുക്കും, മെത്രാന്മാരുടെ പുറംചൊറിയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും, അത് കുറച്ചു നേരം കഴിയുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എത്ര പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും അവർ സത്യം തിരിച്ചറിയും. ഇത് മുഴുവൻ കൗണ്ടർ പ്രൊഡക്റ്റീവായി തീരും, യാതൊരു സംശയവുമില്ല. സത്യത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. അഭിനയം കൊണ്ട് സത്യത്തിൻ്റെ ശവക്കുഴി തോണ്ടാൻ അധികം നാളുകളിൽ അങ്ങനെ തന്നെ അടച്ചുപൂട്ടി വെക്കാൻ സാധ്യമല്ല. ഈ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്നിറക്കി പാറയിൽ കൊത്തിവെച്ച ഒരു കല്ലറയിൽ അടക്കി. പക്ഷേ ആ പാറയുടെ വായും തുറന്നു പോകും. കാരണം സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സത്യത്തെ ഒരു വിധത്തിലും കുഴിച്ചു മൂടി അധികം നാൾ വയ്ക്കാൻ സാധ്യമല്ല എന്നതാണ് ഈ സംഭവത്തിൻ്റെ പൊരുൾ, മറ്റൊന്നുമല്ല. യേശുവിൻ്റെ പുനരുത്ഥാനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായി യേശു പുനരുത്ഥാനം ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു മറ്റൊരു പ്രശ്നമാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് തീർച്ചയായും മനസ്സിലാകും, അതെനിക്ക് പരിപൂർണ വിശ്വാസമാണ്. സത്യത്തെ ഏറെ നാൾ ശവക്കുഴിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അസത്യത്തിൻ്റെ വാല് പിടിച്ച് അധികാരത്തിൻ്റെ കസേരയിൽ കയറി അന്ത്യം വരെയും വാഴാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ ചരിത്രബോധമില്ലാത്ത കിണറ്റിലെ മണ്ടൂഹങ്ങളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ അടുത്ത കാലം വരെ രാഹുൽ ഗാന്ധിയെ മോദിയോട് താരതമ്യപ്പെടുത്തി മോദിയുടെ ചെരുപ്പെടുക്കാൻ ഈ പയ്യന്, ഈ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പപ്പുവിന് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും താരതമ്യപ്പെടുത്തി ഒരു വാക്കും ഇപ്പോൾ പറയുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത്. സ്വന്തം കഴിവിനെപ്പറ്റി ആത്മധൈര്യമില്ലാത്തവരാണ് മറ്റുള്ളവരെ മുഴുവനും താറടിച്ചാൽ പിന്നെ അവരെല്ലാം മോശക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല ഗുണമുണ്ടെന്ന് ആരെങ്കിലും ധരിച്ചാലോ എന്ന് പ്രതീക്ഷിക്കാൻ തുനിയുന്നത്. അതുകൊണ്ട് ഇനിയും ഈ കറവ പശുവിനെ അധികം നാൾ കറക്കാൻ സാധ്യമല്ല. അത് കണക്കാക്കി തന്ത്രങ്ങൾ മാറ്റി ചവിട്ടുന്ന ആയിരിക്കും ബുദ്ധി എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നു. അത് നിങ്ങളുമായി പങ്കിടണം എന്ന് തോന്നി, അതുകൊണ്ട് ഇപ്രകാരം ചെയ്തു. ഏതായാലും എനിക്ക് ഈ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി പ്രത്യാശയുണ്ട്. ഇവിടെ മനുഷ്യർ സത്യത്തെയും ദൈവബോധത്തെയും നിരന്തരമായി അന്വേഷിച്ച ഒരു ആത്മീയ ചരിത്രമുണ്ട്. സത്യമേവ ജയതേ ജ്ഞാനോദം എന്ന് പറഞ്ഞ ഒരു ദർശനമുണ്ട്. ആ ഒരു തിരിച്ചറിവ്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന ജനകോടികൾ പ്രാർത്ഥിച്ച ഈ നാട്ടിൽ അന്ധകാരത്തിന് അധികം നാൾ രാജത്വം ചെയ്യാൻ സാധ്യമല്ല. അസത്തോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. ജയ് ഹിന്ദ്.